നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാൻ. ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക കന്നിക്കൂറിലും ശേഷം 30 നാഴിക തുലാക്കൂറിലുമാണ് വരുന്നത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സർവാഭിഷ്ടസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. നല്ല ദൈവാധീനൻ്റെ കർമാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് ഭദ്രായോഗം ചെയ്താൽ നിൽക്കുന്നത്. ലഗ്നാധിപതി തന്നെയാണ് കർമാധിപതി. അപ്പോൾ തൊഴിൽ നല്ല അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും യോഗമുള്ള സമയമാണ്. എന്നാൽ നിവർത്തി സ്ഥാനത്ത് ശത്രു സ്ഥാനാധിപതി നിൽക്കുന്നത് ബാധയിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം ശത്രുദോഷം വളരെ സ്ട്രോങ് ആണ്. ശത്രുദോഷം ഉള്ളത് കാരണം കൊണ്ട് തന്നെ എന്തിനിറങ്ങിയാലും തടസ്സങ്ങളാണ് ആദ്യം ഉണ്ടാകുക. അപ്പോൾ അതിന് ശത്രുദോഷത്തിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക്, സുദർശന പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാട്, നാഗപൂജ ഒക്കെ ചെയ്ത് തടസ്സങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ വിചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീ വിഷയത്തിൽ ധനനഷ്ടം, പേരുദോഷം എന്നീ കാര്യങ്ങൾക്ക് യോഗമുള്ളൊരു സമയം കൂടിയാണ്. അതേപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. സ്ത്രീകൾ മുഖാന്തരം ധനം നഷ്ടപ്പെടാതിരിക്കുക, ഇടപാടുകളൊന്നും നടത്താതിരിക്കുന്നതാണ് നല്ലത്. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സഹായ സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതാണ്. സഹായികളായിരിക്കുന്ന വ്യക്തികളെ കൊണ്ട് അല്ലെ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളെ കൊണ്ടൊക്കെ ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയം കൂടിയാണ്. എന്തായാലും ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഗുണഫലങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത്. എന്നാൽ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് തുലാക്കൂറാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 10ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. പക്ഷേ ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനാണ്. നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട്. കർമ്മ സംബന്ധമായിട്ട് കർമ്മസ്ഥാനത്ത് നേതൃത്വകാരകനായിരിക്കുന്ന സൂര്യൻ വ്യാഴത്തോട് യോഗം ചെയ്തിട്ടാണ്. ഇത്തിരി വ്യാഴപ്പഴം ഉണ്ടെങ്കിൽ പോലും അനുകൂലമായ ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുന്നതാണ് കാണുന്നത്. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുക, പ്രത്യേകിച്ചും ഗവൺമെൻറ് ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക്, ലിസ്റ്റിലൊക്കെ വന്ന് കാത്തിരിക്കുന്നവർക്ക് നിയമനം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ്. ധനകാര്യ സ്ഥാപനത്തിൽ തൊഴിലെടുക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. പക്ഷേ പ്രശ്നം ബാധാസ്ഥാനത്ത് കേതു നിൽക്കുന്നത് കാരണം കാലിൻ്റെ മുട്ടിന് താഴോട്ടുള്ള ഭാഗത്ത് ഞരമ്പ് സംബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക, അത് ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. 5ാം ഭാവത്തിൽ രാഹുവാണ്. ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന സ്വഭാവം ഉണ്ടാകും. 5ാം ഭാവാധിപതി 6ാം ഭാവത്തിലേക്ക് പോയി എന്ന് പറയുന്നൊരവസ്ഥയുള്ള കാരണം അവനവൻ്റെ ചിന്തകളും കാര്യങ്ങളൊക്കെ തന്നെ അവനവന് ദോഷമായിട്ട് ശത്രുതയായിട്ട് വരും. അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഭാവനയിലൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ട് അപ്പോൾ അതിൻ്റെ പുറകെ നെഗറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടിയൊക്കെ നടക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ, ശത്രുദോഷം, അവൻ ശത്രുവാണ്, ഇവൻ ശത്രുവാണ്, അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത ചിന്തകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മറ്റൊരാൾ പൈസ മുടക്കി നമുക്ക് വേണ്ടി ഒന്നും ദോഷമായി വരാനായിട്ടൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര വലിയ പ്രാധാന്യമില്ല എന്ന് മനസ്സിലാക്കുക. ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാം. പക്ഷേ 7ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിലേക്കാണ് നിൽക്കുന്നത്. അത് ഇത്തിരി ദോഷമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾക്കാണ് യോഗമുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് ദേവി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്കം കഴിപ്പിക്കാനും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.